2023 ഓഗസ്റ്റ് 28 രാവിലെ കോളേജിലും അതിനുശേഷം തൻ്റെ പാർട്ട് ടൈം ജോബായ സ്ഥലമായ കോഴി ഫാമിലേക്കും പോയ തൻ്റെ മകൻ ഷിബിൽ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആ അമ്മ വളരെയധികം പരിഭ്രാന്തിയിലായി. ഉടൻ തന്നെ കോഴി ഫാമിലേക്ക് വിളിച്ച് തൻ്റെ മകൻ ഇതുവരെ എത്തിയില്ലല്ലോ, അവൻ അവിടെ തന്നെയാണോ എന്ന് തിരക്കുന്നു. എന്നാൽ ഓണർ പറയുന്നു, ഇതിനോടകം തന്നെ അവൻ ഇറങ്ങിയതായിരുന്നല്ലോ, വീട്ടിലെത്താനുള്ള സമയവുമായിട്ടുണ്ട്. ആ അമ്മ ഒന്നുകൂടി പേടിച്ചു. ഉടൻ തന്നെ കോഴി ഫാമിൽ നിന്ന് വീട്ടിലേക്കുള്ള ആ വഴിയിൽ പോയി അന്വേഷിക്കാമെന്ന് ഈ അമ്മ കരുതുന്നു. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു കോള് വരികയാണ്. തൻ്റെ മകനാണ് വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ അമ്മ ഫോൺ എടുത്തു. അമ്മ, ഇത് ഞാനാണ്, എന്നെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. പറഞ്ഞു തീരുന്നതും കോൾ കട്ടായി. ഉടൻ തന്നെ ടെക് ഡ്രൈവറായ ഈ പറയുന്ന അച്ഛനെ വിളിച്ച് ഈ വിവരം അമ്മ അറിയിക്കുകയും ചെയ്തു. അച്ഛനും അമ്മയും ആകെ ടെൻഷനിലായി. വീണ്ടും അതിൽ നിന്നൊരു കോൾ വരുന്നതിനെ അവർ വെയിറ്റ് ചെയ്തു. ആരെ വിളിക്കണം, എന്ത് ചെയ്യണം എന്നവർക്കറിയില്ല. അങ്ങനെ ഇരിക്കെ തന്നെ വീണ്ടും ആ നമ്പറിൽ നിന്ന് കോൾ വരുന്നു. എന്നാൽ ഈ തവണ ആദ്യം തന്നെ കേൾക്കുന്നത് ഷിബിലിൻ്റെ അലർച്ചയാണ്, വേദന കൊണ്ടുള്ള. അതിനുശേഷം മറ്റൊരാൾ ആ ഫോൺ എടുക്കുന്നു. ഇവരോടായി പറയുകയാണ്, നിങ്ങളുടെ മകനെ വിട്ടു കിട്ടണമെങ്കിൽ ഏകദേശം 11 ലക്ഷം രൂപ ഞങ്ങൾക്ക് നിങ്ങൾ നൽകേണ്ടി വരും. ഇത് പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചാൽ ഈ മകൻ്റെ ശവശരീരം മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ എന്ന്. സ്വാഭാവികമായും ആ അച്ഛനും അമ്മയും പേടിച്ചു. അവർ പോലീസിനെ അറിയിച്ചില്ല. എന്നാൽ സാധാരണപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ഈ 11 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പോലും ആ അച്ഛനും അമ്മയ്ക്കും ഉറപ്പില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും തൻ്റെ മകൻ്റെ ജീവനാണല്ലോ വലുത്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ഒരു പൈസ സ്വരുക്കൂട്ടുന്നതിനെ ആ അച്ഛനും അമ്മയും ശ്രമിച്ചു. അങ്ങനെ 3 ദിവസങ്ങൾ കടന്നുപോയി. എവിടുന്ന് 11 ലക്ഷം രൂപ പോയിട്ട് വെറും 1 ലക്ഷം രൂപ പോലും ഉണ്ടാക്കുവാൻ ആ അച്ഛനും അമ്മയ്ക്കും സാധിച്ചില്ല. വീണ്ടും കിഡ്നാപ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് കോൾ വരുന്നു. എന്തായി പണത്തിൻ്റെ കാര്യം, എല്ലാം റെഡിയായോ? ഇല്ല, ഞങ്ങളെ കൊണ്ട് സ്വരുക്കൂട്ടാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ 11 ലക്ഷം രൂപ. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളൊന്നും ചെയ്യരുത്. ശരി, 11 ലക്ഷം രൂപ വേണ്ട, 1.5 ലക്ഷം രൂപ. അത് ഉടൻ തന്നെ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവന് തന്നെ ആപത്താണ് എന്ന് പറയുന്നു. ശരി ശരി, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, എത്രയും പെട്ടെന്ന് ഈ പണം ഞാൻ നിങ്ങളുടെ കയ്യിലെത്തിക്കാം. അങ്ങനെ വീണ്ടും ഈ ഒരു 1.5 ലക്ഷം രൂപ സ്വരുക്കൂട്ടി ഈ പറയുന്ന കിഡ്നാപ്പേഴ്സിൻ്റെ അടുത്തേക്ക് അച്ഛൻ ചെല്ലുകയാണ്. ഒരു സ്വകാര്യമായ സ്ഥലത്ത് വെച്ച് ഈ പണം കിഡ്നാപ്പേഴ്സിൻ്റെ അടുത്തേക്ക് കൈമാറുകയും ചെയ്തു. അവർ ഒരു വാക്കും നൽകി, ഇനി ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കോളൂ, നിങ്ങളുടെ മകൻ വീട്ടിലെത്തുന്നതായിരിക്കും. അത് ഏകദേശം സെപ്റ്റംബർ 4 2023. അതായത് മകനെ കാണാതായിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ അച്ഛൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. തൻ്റെ മകൻ ഉടൻ തന്നെ തിരിച്ചെത്തുമല്ലോ. എന്നാൽ സമയം കഴിഞ്ഞു, മകനെ കാണുന്നില്ല. 2 ദിവസമായി, മകൻ എവിടെ? ഇതിനെ തുടർന്ന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകുന്നു. അങ്ങനെ സെപ്റ്റംബർ 7 2023 ബംഗ്ലാദേശിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ അച്ഛനും അമ്മയും കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷേ പോലീസുകാർ ഈ അച്ഛനെയും അമ്മയെ ഒരുപാട് ശകാരിച്ചു. കാരണം ഈ സംഭവം കഴിഞ്ഞ് കുറേ അധികം ദിവസമായിരിക്കുന്നു. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങളുടെ മകൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുകയില്ല എന്ന് എന്താണോ ഉറപ്പ്? ഉടൻ തന്നെ നിങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതല്ലായിരുന്നു. പക്ഷേ ആ അച്ഛനും അമ്മയ്ക്കും നിർവികാരതയോടുകൂടി ഇരിക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. എന്തായാലും പോലീസിന് ഈ ഒരു കേസിൻ്റെ ആ ഒരു തീവ്രത എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാക്കി ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. ഏകദേശം സെപ്റ്റംബർ 7 ആരംഭിച്ച അന്വേഷണത്തിൽ സെപ്റ്റംബർ 11 തന്നെ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചു. പ്രതികൾ വേറെ ആരുമല്ല, ഷിബിലിൻ്റെ കൂടെ ആ ഒരു കോഴി ഫാമിൽ വർക്ക് ചെയ്തിരുന്ന ഗോത്രവർഗ്ഗക്കാരായ ഏകദേശം 6ഓളം വ്യക്തികളാണ് ഇതിന് പിന്നിൽ. അവരാണ് ഷിബിലിനെ തട്ടിക്കൊണ്ടുപോയത്. പോലീസുകാർ ഉടൻ തന്നെ ഇവർക്കരികിലേക്കെത്തി ഷിബിൽ എവിടെയെന്ന് അന്വേഷിച്ചു. എന്നാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ആ രാജ്യത്തെ മുഴുവൻ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ 6 പേരും ഈ പറയുന്ന ഷിബിലും വളരെ സൗഹൃദത്തോടെയായിരുന്നു ആ കോഴി ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരുകയാണ്. ഷിബിലാണ് ഈ ഒരു കോഴി ഫാമിൽ നിന്ന് കോഴി പാക്കറ്റുകൾ, അതായത് കോഴിത്തീറ്റയുടെ പാക്കറ്റുകൾ മിസ്സാകുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുന്നത്. അതിനെ തുടർന്ന് ഇതാരാണ് എടുക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കണ്ടെത്തുന്നതിന് ഷിബിൽ തീരുമാനിച്ചു. ഈ സമയമൊട്ടാകെ ഇവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദമെന്ന് പറയുന്നത് അത്രയധികം അടുപ്പമുള്ളതുമായിട്ടുണ്ട്. എന്നാൽ ഷിബിൽ ആകെ ഞെട്ടിപ്പോയി. താൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സഹോദര തുല്യരായി കണ്ട ആ 6 പേരാണ് ഈ കോഴിത്തീറ്റകൾ കട്ടെടുക്കുന്നതിന് പിന്നിലെന്ന് മനസ്സിലാകുന്നു. പക്ഷേ ആ ഒരു സൗഹൃദം ഒന്നും തന്നെ അതിന് വിലങ്ങുതടിയാകരുത്, അതായത് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതാകരുതെന്ന് ഷിബിലിന് നിർബന്ധമുണ്ടായിരുന്നു. ഉടൻ തന്നെ ഓണറിനെ വിളിച്ച് കൈയോടുകൂടി ഇവരെ ഏൽപ്പിക്കാൻ ഷിബിൽ തീരുമാനിച്ചു. എന്നാൽ ഇത് ഇരുവർക്കുമിടയിലുള്ള വലിയൊരു പകയ്ക്ക് കാരണമാകുന്നുണ്ട്.
ഓണർ ഈ പറയുന്ന തരത്തിൽ എല്ലാ പ്രശ്നങ്ങളും കണ്ടുപിടിച്ചതിന് ശേഷം ഇനി ഇതുപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജോലി തെറിപ്പിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്നും പിൻവാങ്ങുന്നു. പക്ഷേ അന്നു മുതൽ ഇവരെല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു, ഈ തരത്തിൽ തങ്ങളെ പിടികൂടാൻ അനുവദിച്ച അല്ലെങ്കിൽ പിടികൂടി നൽകിയ ഷിബിലിന് വലിയൊരു ശിക്ഷ തന്നെ നൽകണം. അങ്ങനെയാണ് എല്ലാവരും ചേർന്ന് ഷിബിലിനെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി പണം കൈപ്പറ്റുന്നതിൻ്റെ തലേ ദിവസം എല്ലാവരും ചേർന്ന് ഒന്നുകൂടി ചർച്ച നടത്തി ഷിബിലിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന ആളായ ഉമ്മൻ സിംഗ് ആണ് പറയുന്നത്, പണം കൈപ്പറ്റിയാലും ഇവനെ തിരികെ അയക്കേണ്ട. കാരണം ഇവൻ തിരികെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും നമ്മളാണ് ഇവനെ തട്ടിക്കൊണ്ടുപോയതെന്ന്. അതുകൊണ്ട് നമുക്ക് പണം കൈപ്പറ്റിയതിന് ശേഷം ഇവനെ അങ്ങ് കൊന്നുകളയാമെന്ന്. സ്വാഭാവികമായും കൂട്ടത്തിലുണ്ടായിരുന്നവർക്കും തോന്നി ശരിയാണ് ഉമർ പറയുന്നത്. കാരണം ഇവൻ തിരികെ ചെന്നാൽ ഞങ്ങളും പിടിക്കപ്പെടും. അങ്ങനെ ഈ ഒരു പണം കൈപ്പറ്റിയതിന് ശേഷം ഷിബിലിനെ കൊന്നു തള്ളാൻ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവനെ കൊന്നുവെന്നും ഈ ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ ബോഡി പാർട്സ് പല കഷ്ണങ്ങളാക്കി പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചുവെന്നും പോലീസിനോട് പറയുന്നു. എന്തായാലും ഈ ഒരു ബോഡി പാർട്സ് കണ്ടെടുക്കുന്നതിനായി ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുപോയി ആ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ പോലീസുകാർക്ക് പക്ഷേ കാണാൻ സാധിച്ചത് എല്ലുകൾ മാത്രമാണ്. എന്തായാലും കാണാതായി ഇത്ര ദിവസങ്ങൾക്കകം ഈ ഒരു ശവശരീരങ്ങൾ അഴുകി എല്ല് മാത്രം ബാക്കിയാകാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതിൽ നിന്ന് ഇവർ ആ ഒരു മാംസകഷ്ണങ്ങൾ എല്ലിൽ നിന്ന് മാറ്റിയതാണെന്ന് ഇവർക്ക് മനസ്സിലായി. എന്നാൽ അതെന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ആർക്കും തന്നെ മറുപടി ഉണ്ടായിരുന്നില്ല. ഇവർ ആ മാംസകഷ്ണങ്ങൾ ശരിക്കും കുക്ക് ചെയ്ത് ഭക്ഷിച്ചു. ഈ തരത്തിൽ ന്യൂസ് എങ്ങും പാട്ടായി. ഈ ഒരു സമയത്ത്, അതായത് ഇതിന് മുന്നോടിയെടുത്ത അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരു അഭിപ്രായം വെച്ച ഉമ്മൻ സിംഗിനെ തെളിവെടുപ്പിനായി പോലീസുകാർ കൊണ്ടുപോകും വഴി നാട്ടുകാർ വളരെയധികം ദേഷ്യത്തിലായി ഈ ഒരു പോലീസ് ജീപ്പ് വളയുകയും, എന്തിനു പറയുന്നു, അവരുടെ ആ ഒരു ആക്രമണം ഭയന്ന് അതിലുണ്ടായിരുന്ന പോലീസുകാർ വരെ ഉമ്മൻ സിംഗിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. നാട്ടുകാരുടെ ആ ഒരു ആക്രമണത്തിനിരയായി ഉമ്മൻ സിംഗ് മരണപ്പെടുകയും ചെയ്തു. ഇനി ബാക്കിയുള്ളത് ആകെ 5 പേരാണ്. എന്നാൽ പോലീസുകാർ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഈ തരത്തിൽ അതായത് നാടാകെ ഫ്ലാഷ് ആയതുപോലെ ഇവർ ആ ഒരു മാംസകഷ്ണങ്ങളൊന്നും തന്നെ ഭക്ഷിച്ചിട്ടില്ല എന്നൊക്കെ. പക്ഷേ അത് ഈ തരത്തിൽ ആ ഒരു ജനരോക്ഷം കുറയ്ക്കാനാണോ പോലീസുകാർ ആ തരത്തിൽ പറഞ്ഞതെന്നുള്ളൊരു സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ഒരു കേസിൻ്റെ അന്വേഷണം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനം എന്താണ്, ഈ പറയുന്ന പ്രതികൾക്ക് വേണ്ട ശിക്ഷ ലഭിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാനും സാധിക്കുന്നതാണ്. ഷിബിൽ സാദിഖ് ഹരിദോയി എന്ന 20 വയസ്സുകാരൻ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു സാഹചര്യം മനസ്സിലാക്കി തൻ്റെ കോളേജ് ഫീ കണ്ടെത്തുന്നതിനായി ഒരു കോഴി ഫാമിൽ പാർട്ട് ടൈം ജോബിനായി കയറുന്നു. അവിടെ താൻ സഹോദര തുല്യരായി കരുതിയ 6 പേർ ചേർന്ന് അവനെ കൊന്നു ഭക്ഷിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. അവൻ്റെ ഫോട്ടോ കാണുന്തോറും നമുക്ക് വളരെയധികം സങ്കടം വരും. ഇതാണ് പറയുന്നത്, സൗഹൃദം തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ വേണമെന്ന്. ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ളത് നല്ലതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.